അപ്പോൾ വെൽക്കം ബാക്ക് ടു ഫുഡീസ് ഇൻ ടൗൺ. നമ്മൾ ഇന്നൊരു ഫുൾ ഡേ വ്ളോഗാണ് കേട്ടോ ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ എന്താ രാവിലെ എണീറ്റ് ജിമ്മിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്, ഞാനിപ്പോൾ ജിമ്മിന് പോകാൻ വേണ്ടി എനിക്ക് അതിൻ്റെ ഉള്ളിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ പോയി വന്നിട്ട് ബാക്കി വിശേഷം കാണിക്കാം. ഇതിനകത്ത് വർക്കൗട്ട് കഴിഞ്ഞു. എനിക്ക് ജിമ്മിൻ്റെ അകത്തുനിന്നൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ കോള കണ്ട് നിങ്ങൾ എനിക്ക് ജിമ്മിൻ്റെ അകത്തുനിന്നൊന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ അത്ര എല്ലാവരുടെയും മുമ്പിൽ പബ്ലിക്കായിട്ട് അത്ര വീഡിയോ എടുക്കാൻ അത്ര കംഫർട്ടായി വന്നിട്ടില്ല. അതൊക്കെ വരുമായിരിക്കും. ഞാൻ എന്തായാലും വീട്ടിൽ പോട്ടെ. അപ്പോൾ ഞാൻ എന്താ ജിമ്മിലൊക്കെ പോയി വന്നു കേട്ടോ. ജിമ്മിലൊക്കെ പോയി വന്ന് കുളിച്ച് കഴിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് രാമേശ്വരത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടിരിക്കുകയായിരുന്നു രാമേശ്വരത്തേക്ക് പോകണം എന്ന്. ഇവിടെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അവർ കുറേ ആയി നമ്മൾ ഓരോ പ്രാവശ്യം ടിക്കറ്റ് ബുക്ക് ചെയ്യും. ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരാഴ്ചയോ ഒരു 4-5 ദിവസം മുന്നേ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ ആർക്കെങ്കിലും പനി, ജലദോഷം അങ്ങനെ എന്തെങ്കിലും ആവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വയ്യായ വരും, അങ്ങനെയൊക്കെ മുടങ്ങി പോവുമായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അതാ നമ്മൾ ഫൈനലി അങ്ങനെ പോവുകയാണ് രാമേശ്വരത്തേക്ക്. അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും നമ്മൾ രാമേശ്വരത്തേക്ക് പോവുകയാണ്, അപ്പോൾ നമ്മളെങ്ങനെ പോണതെന്നും നമ്മൾ എന്തൊക്കെയാണ് അവിടെ പോയി ചെയ്തതെന്നും ഒക്കെ കാണിച്ചിട്ടൊരു ചെറിയൊരു കുട്ടി വ്ളോഗ് എടുക്കാം. എന്തായാലും ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ വേറെ ഒരു വീഡിയോസ് ഒന്നും എടുക്കാറില്ല. അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ളൊരു പരിശ്രമത്തിലാണ് ഞാൻ രാവിലെ തൊട്ടിട്ട്. ഇപ്പോൾ അത് ഏകദേശം ഒരു 10-10:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നാണ് ഇപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്യാനൊന്നും തുടങ്ങിയത്. പിന്നെ നമ്മൾ തിങ്കളാഴ്ച, നമ്മളിപ്പോൾ ഇന്ന് പോകുന്നത് ശനിയാഴ്ചയാണ്. നമ്മൾ തിങ്കളാഴ്ച ഒരു ഉച്ചയാകുമ്പോഴേക്കും ഇങ്ങോട്ട് തിരിച്ചെത്തുകയും ചെയ്യും. അപ്പോൾ വലിയ ഒരു ട്രിപ്പൊന്നും അല്ല. അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് കേട്ടോ പോണത്. അപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ക്യാബ് ബുക്ക് ചെയ്തിട്ട് പോകണം. ബാനസ്വാടിയിൽ നിന്നാണ് നമ്മൾ ട്രെയിൻ കയറുന്നത്. ട്രെയിനിൻ്റെ പേരും ഡീറ്റെയിൽസൊക്കെ ഞാൻ പതുക്കെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ മാക്സിമം വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. സോ ദാറ്റ് ഇനി പോകുന്ന ആൾക്കാർക്കും കുറച്ചും കൂടെ എന്തെങ്കിലും റെഫറൻസ്. അപ്പോൾ ഇനി ഇറങ്ങിക്കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ ഒക്കെ കാണിക്കാം. നമ്മൾ റെഡിയായി ഏകദേശം ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇപ്പോൾ ആ സമയം 1 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു 1:15 ആകുമ്പോഴേക്കും ക്യാബ് ബുക്ക് ചെയ്യാൻ തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ 1:15 ആകുമ്പോഴേക്കും ക്യാബ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു 1:30 ആകുമ്പോഴേക്കും നമുക്ക് ക്യാബ് കിട്ടി ഇറങ്ങാൻ പറ്റുന്നുണ്ടാവുമല്ലോ. നമ്മളപ്പോൾ തന്നെ നമ്മുടെ ക്യാബിലൊക്കെ കയറി ഏകദേശം ബാനസ്വാടി റെയിൽവേ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട് കേട്ടോ. 3 മണിക്ക് സ്റ്റേഷനിലെത്തേണ്ട ട്രെയിൻ 2:30 തന്നെ സ്റ്റേഷനിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചെറുതായൊന്നും പേടിച്ചെങ്കിലും നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. നമ്മൾ കൃത്യസമയത്ത് തന്നെ ട്രെയിനിലൊക്കെ കയറിയിരുന്നു. പിന്നെ ട്രെയിനും നല്ല ആയിട്ടുള്ള ട്രെയിനായിരുന്നു കേട്ടോ. നമുക്ക് വലിയ വൃത്തിപ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനത്തെ ട്രെയിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 3:05 കഴിഞ്ഞിട്ടാണ് കേട്ടോ ട്രെയിന് സ്റ്റേഷനിൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബാനസ്വാടി റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ട്രെയിൻ കയറിയത്. ബാനസ്വാടി ടു രാമനാഥപുരത്താണ് നമുക്ക് ഇറങ്ങേണ്ടത്. ആക്ച്വലി ഈ ട്രെയിന് രാമേശ്വരം വരെ നമുക്ക് ഉണ്ട്. പക്ഷേ പാമ്പം പാലത്തിൽ എന്തൊക്കെയോ പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് രാമനാഥപുരത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് എന്തെങ്കിലും ടാക്സിയോ എന്തെങ്കിലും വിളിച്ചിട്ട് നമുക്ക് രാമേശ്വരത്തേക്ക് പോകണം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അമ്പലത്തിൻ്റെ അതുവരെ, അതായത് രാമേശ്വരം വരെ ട്രെയിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ പാമ്പമ്പാലത്തിൻ്റെ പണിയൊക്കെ ഈ 2024 തീരുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഞാൻ ഈ മൊബൈലിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അച്ഛനും അമ്മയൊക്കെ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവർ അതൊക്കെ പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചിട്ടൊക്കെ തന്നെയാണ് കേട്ടോ ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. പ്രത്യേകിച്ച് പിന്നെ ഒന്നും ചെയ്തിട്ടുമില്ല. പക്ഷേ ട്രെയിന് കയറിയപ്പോൾ തൊട്ട് ഒടുക്കത്തെ വിശപ്പായിരുന്നു. നമ്മൾ കുറച്ച് മുറുക്ക്, ചിപ്സ്, ബിസ്ക്കറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ കയ്യിൽ വെച്ചായിരുന്നു. പക്ഷെ കയ്യിൽ വെച്ച് ട്രെയിൻ കയറി ഒരു 1/2-3/4 മണിക്കൂറിൽ തന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ തീർന്നു. പിന്നെ നമ്മുടെ ഒരു കാത്തിരിപ്പായിരുന്നു ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് ഓർത്തിട്ട്. അങ്ങനെ ഫൈനലി ഒരു സമൂസ ചേട്ടൻ നമ്മുടെ കൺമുന്നിൽ വന്ന് പെട്ടു. അപ്പോൾ അടിപൊളി സമൂസയായിരുന്നു കേട്ടോ. നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി സമൂസയായിരുന്നു. പിന്നെ ഈ സമൂസ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന സമൂസ പോലെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയതാണെന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയണ്ടായിരുന്നു. അപ്പോൾ ഈ ഭാഗത്ത് കൂടെ ട്രാവൽ ചെയ്യുന്നവർ ഈ ഒരു സമൂസ എന്തായാലും മിസ് ചെയ്യണ്ട. പിന്നെ നമ്മൾ കുറച്ച് സമയം വെറുതെ ഇങ്ങനെ ഇരുന്നു കേട്ടോ. ഞാൻ കുറേ വീഡിയോസൊക്കെ ഡൗൺലോഡാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ. ഞങ്ങൾ പിന്നെ വീട്ടിലാണെങ്കിലും കുറച്ച് നേരത്തെ കഴിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് നേരത്തെ എത്തുകയാണെങ്കിൽ ഏറ്റവും നേരത്തെ ഫുഡ് കഴിക്കാൻ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും.
അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ആദ്യം കഴിച്ചു. പിന്നെ അച്ഛനും അമ്മയ്ക്കും ഇപ്പോൾ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ രാവിലേക്ക് വിശപ്പ് കൂടുതലാവും എന്ന് പറഞ്ഞിട്ട് അവരിപ്പോൾ കഴിച്ചില്ല ഞങ്ങളുടെ കൂടെ. അപ്പോൾ ഞങ്ങളങ്ങനെ കഴിച്ച് പിന്നെ ഒരു കാത്തിരിപ്പായിരുന്നു ഇനി എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് ഓർത്തിട്ട്. നമുക്ക് ഭയങ്കര വിശപ്പുണ്ടായിട്ടൊന്നുമല്ല കേട്ടോ, പക്ഷെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കാൻ തോന്നുകയാണ്. നിങ്ങൾ ഇതുപോലെയാണോ ഗൈസ്? ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അപ്പം നമ്മൾ ഈ ഒരു ടിക്കറ്റും ഈ ഒരു ട്രാവലൊക്കെ പ്ലാൻ ചെയ്ത് ഏകദേശം ഒരു മാസം മുന്നേയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സീറ്റ് വന്നിരുന്നത് 3rd AC എക്കണോമിയിലായിരുന്നു. അത്യാവശ്യം നീറ്റായിരുന്നു, പറയത്തക്ക വിധ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വിൻഡോ ഒക്കെ ഭയങ്കര വലുതായതുകൊണ്ട് നമുക്ക് പുറത്തെ ഹരിതാപവും പച്ചപ്പും കാഴ്ചകളൊക്കെ കറക്റ്റ് കാണാൻ പറ്റിയിരുന്നു. അപ്പോൾ നമ്മൾ കഴിച്ച് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛനും അമ്മയും കഴിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ വേറൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് നേരെ ബെർത്തിലോട്ട് കയറി. ഞാൻ മിഡിൽ ബെർത്തിലാണ് കിടന്നത്. നമുക്ക് 2 ലോവറും 2 മിഡിലുമാണ് കിട്ടിയത്. അപ്പോൾ അതാ ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാൻ മിഡിൽ ബെർത്തിൽ കയറി കിടന്ന് എന്തൊക്കെയോ അവിടെ കിടന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നാളെ പുലർച്ചെയാണ് കേട്ടോ നമ്മൾ രാമേശ്വരം എത്തുക. അപ്പോൾ ഇനി നമുക്ക് രാമേശ്വരം എത്തിയിട്ട് അവിടുന്ന് കാണാം ബാക്കിയുള്ള കാഴ്ചകൾ. നമ്മളിതേ ഒരു 5-10 മിനിറ്റിൽ രാമനാഥപുരത്ത് എത്തും കേട്ടോ. ഏകദേശം സമയം ഒരു 4:45 അപ്പോൾ നമ്മൾ ഇറങ്ങാറായി. നമ്മളിതാ അങ്ങനെ സ്റ്റേഷനിലേക്ക് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാമനാഥപുരത്താണ് കേട്ടോ ഇറങ്ങിയത്. ഇനി നമുക്ക് ഇവിടുന്ന് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് ക്യാബോ ടാക്സിയോ എന്തെങ്കിലും വിളിച്ചിട്ട് പോകണം. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങിയിട്ട് വേണം നോക്കാൻ എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ. അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് വന്നപ്പോൾ ഒരു ടാക്സി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ട്രെയിനിലുണ്ടായിരുന്ന എല്ലാവരും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടുന്ന് ഏകദേശം സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഏകദേശം രാമേശ്വരത്തേക്ക് ഒരു 55 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം ഒരു മണിക്കൂറിൽ മേലെ എടുക്കുന്നുണ്ടാവും. പിന്നെ ഈ ഒരു സമയം ആയതുകൊണ്ട് ട്രാഫിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരത്തെ എത്തുമോ എന്നുള്ളത് അറിയില്ല. ഈ ഒരു സമയമായപ്പോഴേക്കും നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എത്രയൊക്കെയാണെങ്കിലും നമുക്ക് ട്രെയിനിലൊന്നും മനസ്സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റില്ല. പിന്നെ ഉറക്കമൊന്നും ശരിയായില്ലെങ്കിൽ പിന്നെ ആ ഒരു ദിവസം മൊത്തത്തിൽ പോവുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ട്രെയിനിലെ വാഷ്റൂംസ് യൂസ് ചെയ്യാനുള്ളൊരു മടി എനിക്കത് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് ഹോട്ടലിൽ എത്തിയാൽ മതി, ഒന്ന് ഫ്രഷ് ആയാൽ മതി എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഈ പോവാൻ പോകുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആ ഒരു പാമ്പം പാലത്തിൻ്റെ അടുത്ത് കൂടെയാണ് കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ അത്. കാരണം 2 സൈഡിലും കടലാണ്. കടലിൻ്റെ നടുവ് കൂടെ ഉണ്ടാക്കിയ ഒരു പാലത്തിൽ കൂടെയാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര ഒരു അത്ഭുതമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. ഇന്ത്യയിലെ 2ാമത്തെ ഏറ്റവും നീളം കൂടിയ പാലം എന്നാണ് ഈ പാമ്പം പാലം അറിയപ്പെടുന്നത് കേട്ടോ. നമ്മൾ ഈ റീൽസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇത് നേരിട്ട് കാണുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഭംഗി, അതിൻ്റെ ആ ഒരു വലിപ്പം മനസ്സിലാവുന്നത്. ഈ ഒരു രാമേശ്വരം എന്നുള്ള ഒരു ദ്വീപിനെ ഈ ഒരു നഗരമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഈ ഒരു പാമ്പം പാലത്തിൻ്റെ എന്താ പറയുക വഴിയിലൂടെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പാമ്പം പാലം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വീഡിയോയിൽ, ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. കാരണം ഇതിൻ്റെ എന്തൊക്കെയോ സേഫ്റ്റി ഇഷ്യൂസൊക്കെ കാരണം ഇപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ അതിലൂടെ ട്രെയിനൊന്നും പോകുന്നില്ല. ഒരേ സമയം ട്രെയിനിനും കപ്പലിനും പോകാൻ പറ്റുന്നൊരു വഴിയാണ് കേട്ടോ ഇത്. ട്രെയിന് പാളത്തിൽ കൂടെ പോകുമ്പോൾ കപ്പലിന് പോകാനായിട്ട് ഈ പാളത്തിൻ്റെ നടുഭാഗത്ത് കൂടെ ഒരു വാതിലുണ്ട്. ആ വാതിൽ 2ആയി തുറക്കും. ആ വഴി കൂടെ കപ്പലിനും പോകാം. ഇപ്പോൾ അവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ആ ഭാഗമൊക്കെ ഈ ഒരു റോഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ കാണാൻ പറ്റും. ആ ഒരു ട്രെയിന് പോയിരുന്നത് ഈ ഒരു പാമ്പം പാലത്തിൽ കൂടി ട്രെയിനൊക്കെ പോകുന്ന വീഡിയോസൊക്കെ ഭയങ്കര വൈറലായിട്ട് ഭയങ്കര ട്രെൻഡിങ് ഒക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ്. അതൊക്കെ നമുക്ക് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്താണ് കേട്ടോ കപ്പലൊക്കെ പോകുമ്പോൾ വഴി കൊടുത്തിരുന്നതൊക്കെ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം പാമ്പും പാലത്തിൻ്റെ അടുത്ത് കൂടെയൊക്കെ പോയി കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം നമ്മളിപ്പോൾ രാമേശ്വരം എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലോട്ടുള്ള വഴിയൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരെ കാണുന്നതാണ് കേട്ടോ അമ്പലം. പിന്നെ നമ്മുടെ ഡ്രൈവർ ചേട്ടനാണെങ്കിലും ഓരോ കാര്യങ്ങൾ പുള്ളിക്ക് മനസ്സിലായി നമ്മളിവിടെ ആദ്യമായിട്ട് വരിക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പുള്ളി നമുക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അവിടെ പോയാൽ ചെയ്യേണ്ടതും അവിടെ ആൾക്കാരുണ്ടാവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു രാമനാഥപുരത്തു നിന്ന് രാമേശ്വരത്തേക്കുള്ള ഒരു യാത്രയ്ക്ക് 1800 രൂപയാണ് കേട്ടോ പുള്ളി വാങ്ങിച്ചത്. അത് ഒരുപാട് കൂടുതലൊന്നാണെന്ന് നമുക്കും തോന്നിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ നമ്മൾ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഹോട്ടൽ സ്ട്രോബെറി ഗ്രാൻഡാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തത്. ഭയങ്കര വലിയൊരു ഹോട്ടലും വലിയൊരു റൂമൊന്നും അല്ല, പക്ഷേ എന്നാലും ഒരു കുഴപ്പമില്ലാത്ത തരക്കേടില്ലാത്തൊരു റൂമാണ്.
പിന്നെ നമുക്കാണെങ്കിലും ഈ റൂമിൽ ഒരുപാട് സ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്രഷായി റെഡി ആയിട്ട് അമ്പലത്തേക്ക് ഇറങ്ങുകയാണ്. ആദ്യം തന്നെ നമ്മൾ പോകുന്നത് ബലിയിടുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. നമുക്കറിയില്ല ശരിക്ക് എവിടേക്കാണ് ഇതൊക്കെ എന്നുള്ളത്. അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് നമുക്കുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഇങ്ങോട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നേരെ നടന്നു കഴിഞ്ഞപ്പോൾ നമ്മളിത് കടലിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ബലിയിടാൻ നിൽക്കുന്നവർ. അതുപോലെ തന്നെ സൈഡിലായിട്ട് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ സഹായിക്കുന്ന ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും അവർ ബലിയിട്ടു. ഞായറാഴ്ച ആയതുകൊണ്ടാണോ അതോ രാവിലെ നേരത്തെ ആയതുകൊണ്ടാണോ എനിക്കറിയില്ല. പക്ഷേ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഈ ചടങ്ങുകൾ നടത്താനുള്ള ആൾക്കാരാണെങ്കിലും വളരെ കുറവായിരുന്നു. ഒരു 2-3 പേരൊക്കെയാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആൾക്കാരുടെ തിരക്കും ബഹളവും എല്ലാം കൂടെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബലിയിടുന്നതിന് നമുക്ക് ആയത് ഇവിടെ അച്ഛനമ്മ മാത്രമാണ് ബലിയിട്ടത്. അപ്പോൾ അവർക്കായത് ഒരാൾക്ക് 350 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ 2 പേർക്ക് കൂടി 700 രൂപയാണ് ആയത്. ഒരുപാട് സമയമൊന്നും എടുത്തില്ല. നമുക്കൊരു 10-15 മിനിറ്റാണ് ഈ ഒരു കർമ്മത്തിനൊക്കെ എടുത്തുള്ളൂ. അത് കഴിഞ്ഞ് ഇവിടുന്ന് നമ്മൾ നേരെ പോയത് അമ്പലത്തിൻ്റെ ഭാഗത്തോട്ടാണ് കേട്ടോ. ഇവിടുന്ന് ലേശം നടക്കാനുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ ഈ പോകുന്നത്. പിന്നെ നമ്മൾ നേരെ പോയത് 22 കിണറിലെ തീർത്ഥസ്നാനത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇവർ 25 രൂപയാണ് നോർമൽ ടിക്കറ്റിന് ചാർജ് ചെയ്യുന്നത്. പക്ഷേ നമ്മളൊരു എക്സ്ട്രാ ചാർജ് കൊടുത്ത് അവിടെ ഒരു ഏജൻറ്റിനെ എടുക്കുകയാണെങ്കിൽ അവർ തന്നെ നമ്മളെ കൊണ്ടുപോയി എല്ലാ കിണറിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു തരാനൊക്കെ അവർ തന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മളും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തത്. പിന്നെ എനിക്ക് 22 കിണറിലെ തീർത്ഥസ്നാനത്തിന് അവിടെയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം അവിടെയൊന്നും വീഡിയോ അലൗഡ് അല്ല എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതുപോലെ തന്നെ ഈ തീർത്ഥസ്നാനം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള റൂമൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. സൗകര്യമൊക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ നമ്മൾ ക്യാരി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് അങ്ങനെ അമ്പലത്തിൽ തൊഴുതിട്ടും വരാം. അങ്ങനെ നമ്മളിത് അമ്പലത്തിലൊക്കെ തൊഴുത് തിരിച്ച് വന്നിരിക്കുകയാണ്. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം സൺഡേ ആണല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ നമ്മളൊരു എക്സ്ട്രാ ചാർജ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ക്യൂവിൽ നിൽക്കാതെയും അമ്പലത്തിൽ കയറി തൊഴുതിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ രാമേശ്വരം യാത്ര. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതൊരു ടാറ്റ ബൈ, സീ യു.